ഭൂട്ടാൻ ആഡംബര വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടൻ അമിത് ചക്കാലക്കലിന്റെ വിദേശയാത്രകൾ സംബന്ധിച്ച് കസ്റ്റംസ് അന്വേഷണം നടത്തും. കോയമ്പത്തൂരിലെ വാഹനക്കടത്ത് സംഘവുമായുള്ള അമിത്തിന്റെ ബന്ധവും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ പരിശോധിച്ച ശേഷം അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് വീണ്ടും ചോദിച്ചു. വാഹനക്കടത്തിൽ താരങ്ങൾക്കടക്കം വാഹനം എത്തിച്ചു നൽകിയത് അമിത് ചക്കാലക്കലാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അമിതിലേക്ക് കേന്ദ്രീകരിച്ചത്. അമിതിന്റെ വിദേശയാത്രകളടക്കം കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. കോയമ്പത്തൂരിലെ വാഹന ഇടനിലക്കാരുമായി അമിതിനുള്ള ബന്ധവും കസ്റ്റംസ് പരിശോധിക്കുകയാണ്. ബിനാമി ഇടപാടുകളടക്കം പരിശോധിച്ച ശേഷം അമിത് ചക്കാലക്കലിനെ ഉടൻ തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. കോയമ്പത്തൂർ സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമവും കസ്റ്റംസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പിടിച്ചെടുത്ത ചില വാഹനങ്ങളുടെ രേഖകളുമായി ഇന്നലെ അമിത് ചക്കാലക്കൽ വീണ്ടും കസ്റ്റംസിന് മുന്നിൽ ഹാജരായിരുന്നു. അമിതിന്റെ ഗ്യാരേജിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളും കസ്റ്റംസ് ഓഫീസിലെത്തിയിരുന്നു. 2 പേരാണ് അമിത് ചക്കാലക്കലിനൊപ്പം എത്തിയത്. അറ്റകുറ്റപ്പണികൾക്കാണ് വാഹനങ്ങൾ ഗ്യാരേജിൽ കൊണ്ടുവന്നതെന്നാണ് ചക്കാലക്കൽ പറയുന്നത്. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടികൂടാൻ ഓപ്പറേഷൻ നുങ്ഖോർ തുടരുകയാണ്. കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് എത്തിച്ചുവെന്ന് സംശയിക്കുന്ന 150ഓളം വാഹനങ്ങളിൽ 38 എണ്ണം മാത്രമാണ് ഇതുവരെ പിടികൂടിയത്. അതേസമയം ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ദുൽഖറിന്റേതെന്ന് കരുതുന്ന 2 കാറുകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ജനം, കൊച്ചി.